ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഷ്ട്രപതിയുടെ പാർലമെൻറ്റിൻ്റെ അഭിസംബോധന കഴിഞ്ഞപ്പോൾ നന്ദി പ്രമേയം ചർച്ചയിൽ ലോകം മൊത്തം, ഇന്ത്യ മാത്രമല്ല ലോകം മൊത്തം കേട്ടിരുന്നതും ഇപ്പോഴും വിവാദപരമോ അല്ലെങ്കിലോ വളരെ ശക്തിയുക്തം ചർച്ച ചെയ്യപ്പെടുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ സഭയ്ക്കകത്തുള്ള പ്രസംഗത്തെക്കുറിച്ചാണ്. അദ്ദേഹം കഴിഞ്ഞ 10 വർഷം ഇന്ത്യക്ക് നമുക്ക് നഷ്ടപ്പെട്ട പ്രതിപക്ഷം എന്നുള്ള ജനാധിപത്യത്തിൽ പ്രധാനമായിട്ട് ജനാധിപത്യത്തെ ശക്തിയുക്തം നിലനിർത്തുന്ന പ്രതിപക്ഷം എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷ കക്ഷികളോ ഇല്ലാതിരുന്ന 10 വർഷത്തിന് നിന്നും വ്യത്യസ്തമായി നരേന്ദ്രമോദിയെയും NDAയിൽ BJP നേതൃത്വം നൽകുന്ന NDA സർക്കാരിനെയും ചോദ്യം ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറയുന്നത്, ജനാധിപത്യത്തെയും മതേതരത്തെയും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഇന്ത്യയാണ് ലോകം മൊത്തം ഉറ്റുനോക്കുന്നതെന്നും അതിന് കഴിഞ്ഞ 10 വർഷം നമുക്കത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ലെന്നും ഇവിടെ ക്ഷുദ്രജീവികൾക്ക് സമാനമായിട്ടുള്ള ഒരു ഭരണ നേതൃത്വമായിരുന്നു ഇവിടെ ഇന്ത്യ ഭരിച്ചിരുന്നു എന്നുള്ളതൊക്കെ അദ്ദേഹം അക്കമിട്ട് വിമർശിക്കുന്നു. പാർലമെൻറ്റിൽ അദ്ദേഹം വിമർശിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഏറ്റവും ഒടുവിലത്തെ നീറ്റ് പരീക്ഷയിലെ ചോദ്യക്കടലാസും ഉത്തരക്കടലാസും ഒക്കെ ചോർന്നതിൻ്റെ കാര്യം ഉൾപ്പെടെ, മണിപ്പൂർ ഉൾപ്പെടെ ആവർത്തിച്ച് പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം പ്രധാനമായി ഊന്നൽ നൽകിയത് BJP സർക്കാരിൽ BJP നേതാക്കൾ, നരേന്ദ്രമോദിയും അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ എല്ലായിടത്തും ഈ കഴിഞ്ഞ 10 വർഷം പ്രചരിപ്പിച്ചത് ഹിന്ദുത്വത്തിൻ്റെ പേരിൽ ഹിന്ദു വർഗീയതയും ന്യൂനപക്ഷങ്ങളെ വെറുപ്പിൻ്റെ രാഷ്ട്രീയവും പറഞ്ഞ് ന്യൂനപക്ഷങ്ങളെ അകറ്റുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഘടനവാദത്തിൻ്റെ ഒരു സ്വഭാവത്തിൽ 10 വർഷം ഇന്ത്യ സഹിച്ച, ഇന്ത്യയിലെ ജനത്തിന് മൊത്തത്തിൽ പാൽപിറ്റേഷൻ, നെഞ്ചെടുപ്പ് കൂട്ടുന്ന ഒരു 10 വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യക്ക് ജനാധിപത്യം തിരിച്ചു കിട്ടുന്നു എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി വന്നു. നമുക്കറിയാം, അദ്ദേഹം കഴിഞ്ഞ ഈ 18ാം ലോക്സഭയ്ക്ക് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അദ്ദേഹം 4700 കിലോമീറ്റർ ഇന്ത്യ മൊത്തമായിട്ട് സഞ്ചരിക്കുകയും അവിടെ നിന്നും 50 സീറ്റിൽ നിന്ന് നേരെ 100 സീറ്റിലേക്ക്, ഇരട്ടി സീറ്റിലേക്ക് വർദ്ധിക്കുകയും പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലേക്ക് ഉയരുകയും ചെയ്തു. അപ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട അദ്ദേഹത്തിൻ്റെ പ്രായവും മറ്റുമൊക്കെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പല രീതിയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് BJPക്കാർ പ്രതിപക്ഷത്തെ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിനെയും പ്രതിപക്ഷ കക്ഷികളെ നേതാക്കളെയും പ്രതിപക്ഷത്തെയൊക്കെ ആക്ഷേപിക്കുന്ന രീതിയിൽ, വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം അവർ നടത്തിക്കൊണ്ടിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി കയറി കന്നി പ്രസംഗത്തിൽ തന്നെ യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും തന്നെ വിറളി പിടിപ്പിക്കുന്ന രീതിയിൽ അക്കമിട്ട് അദ്ദേഹം വിമർശിച്ചു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അദ്ദേഹം എടുത്ത് പറഞ്ഞത് ഹിന്ദു എന്ന് പറയുന്നത് ഗാന്ധി പറയുന്ന ഹിന്ദുവാണ്, സഹിഷ്ണുതയുടെ ഹിന്ദുവാണ് യഥാർത്ഥത്തിൽ ഉള്ള ഹിന്ദു. അല്ലാതെ ഹിന്ദുക്കൾ എന്നുള്ള പേര് പറഞ്ഞിട്ട് അസഹിഷ്ണുത നടപ്പിലാക്കുകയും ആളുകളെ ജാതിയും മതവും പറഞ്ഞ് വെറുപ്പിൻ്റെ രാഷ്ട്രീയം പറയുന്ന BJP നേതാക്കന്മാരുടെ രാഷ്ട്രീയമല്ല ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും ഇന്ത്യക്ക് അതല്ല ഇന്ത്യയെ അറിയപ്പെടുന്ന, ഇന്ത്യയെ ലോകത്ത് തെரியപ്പെടുത്തുന്നതെന്നും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ സംഭാഷണം. അതിനൊപ്പമാണ് അദ്ദേഹം നോട്ട് നിരോധനം പറഞ്ഞു. നീറ്റിൻ്റെ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് നീറ്റിലെ ചോദ്യപേപ്പർ നഷ്ടപ്പെട്ടത് പറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി നടക്കുന്ന മണിപ്പൂരിലെ കലാപത്തെക്കുറിച്ച് പറഞ്ഞു. തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ എല്ലാം, മനുഷ്യരുടെ ജീവൽ പ്രശ്നങ്ങളെല്ലാം തന്നെ അക്കമിട്ട് 1.25 മണിക്കൂർ പാർലമെൻറ്റിൽ നിന്ന് സംസാരിച്ച് ലോകം മൊത്തം ശ്രദ്ധിച്ച അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഇന്നലെ പ്രധാനമന്ത്രി അതിന് മറുപടി പറയുമ്പോൾ, ഇന്നലെ അദ്ദേഹത്തിൻ്റെ മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം കഴിഞ്ഞ 10 വർഷം BJP നേതാക്കൾ സ്വീകരിച്ച അതേ നിലപാട്, വ്യക്തിഹത്യയും കോൺഗ്രസിനെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന പുരാണങ്ങൾ പറഞ്ഞ് ആക്ഷേപിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിനെതിരെ, രാഹുൽ ഗാന്ധിക്കെതിരെ വ്യക്തിഹത്യ എന്നുള്ള ആ ഒരു സംഭവം മാത്രം തന്നെയാണ്. നേരത്തെ അദ്ദേഹത്തിന് ഒരു വളരെ നിസ്സാരനായിട്ട് കാണുന്ന രീതിയിൽ അദ്ദേഹത്തിന് ഒരു വിശേഷണം അവർ കൽപ്പിച്ചിരുന്നു. ഇപ്പോഴും പറഞ്ഞിരിക്കുന്നു അതൊരു ചെറുപ്പക്കാരൻ്റെ ജൽപ്പനം എന്നുള്ള രീതിയിലാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ കഴിഞ്ഞ ലോക്സഭയിൽ പാർലമെൻറ്റിൽ 142 പേരെ ഒരേ സമയത്ത് പാർലമെൻറ്റിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ട് നിയമങ്ങൾ ചടുലമായിട്ട് ഇന്ത്യ IPCയും CRPCയും ഉൾപ്പെടെയുള്ള നിയമങ്ങൾ, ഭരണഘടനയെ തന്നെ ഗില്ലറ്റിൻ ചെയ്യുന്ന രീതിയിലേക്കുള്ള നിയമങ്ങൾ പാസ്സാക്കിയത് 142 പേരെ ഒന്നിച്ച് പുറത്താക്കിയിട്ടാണ്, സസ്പെൻഡ് ചെയ്യിച്ചിട്ടാണ്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രസക്തമായ ഒരു കാര്യവും മണിപ്പൂരിനെ കുറിച്ചാണെങ്കിൽ പോലും ഹിന്ദുക്കളുടെ
ഹിന്ദുക്കളുടെ പേരിൽ നടത്തുന്ന ഹിംസയെക്കുറിച്ച് പറഞ്ഞതൊക്കെയാണെങ്കിൽ അതെല്ലാം തന്നെ സഭാരേഖകളിൽ നിന്ന് എക്സ്പെൻഡ് ചെയ്തിരിക്കുന്നു, അതെല്ലാം നീക്കം ചെയ്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ജനാധിപത്യം തന്നെ പാർലമെൻറ്റിൽ ജനാധിപത്യം, പാർലമെൻറ്റിനുള്ളിൽ പോലും പ്രതിപക്ഷം ശക്തമായി വരുന്നുണ്ട്, ചോദ്യം ചെയ്യപ്പെടും, ജനങ്ങൾ അറിയും, ലോകരറിയും എന്നൊക്കെയുള്ള ബോധ്യം വന്നിട്ട് പോലും ഇത്തരത്തിലുള്ള ഭരണഘടനയെ ഗില്ലറ്റിൻ ചെയ്യുന്ന, ഭരണഘടനയെ വെട്ടിനുറുക്കുന്ന, ഭരണഘടനയെ അസാധുവാക്കുന്ന നിലപാടിൽ നിന്നും മോഡി സർക്കാർ മാറിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. അവർ 400 പാർ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മോഡി സർക്കാരും മോഡിയും അമിത്ഷായും ഒക്കെ പറഞ്ഞ് ആഘോഷിച്ചുവെങ്കിലും ജനാധിപത്യം, മതേതരത്വവും ജനങ്ങളാണ് തീരുമാനിക്കുന്നു എന്നുള്ളൊരു തെളിവ് നൽകിയത് 303 സീറ്റിൽ നിന്നും അവർ 240 സീറ്റിലേക്ക് കുറഞ്ഞു. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും രണ്ടുപേരുടെയും കൂടെ ചേർന്നിട്ടുള്ള 38 പാർലമെൻറ്റ് അംഗങ്ങളുടെ കൂടെ പിന്തുണയോടുകൂടിയുള്ളൊരു ഭരണമാണ് BJP സർക്കാർ, അല്ലെങ്കിൽ NDA സർക്കാർ, അല്ലെങ്കിൽ മോഡി നേതൃത്വം നൽകുന്ന NDA സർക്കാർ 3ാം ഭരണം ആവർത്തിച്ചിരിക്കുന്നത്. ഈ ആവർത്തിച്ചിരിക്കുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയങ്ങളിലൊന്നിൽ പോലും ഒരു പരാമർശവും ഇന്നലത്തെ മറുപടി പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ആക്ഷേപം ഒരു തെരുവിൽ അദ്ദേഹം സംസാരിക്കാറുള്ള സാധാരണ രീതിയിലുള്ള രാഷ്ട്രീയക്കാരൻ്റെ തെരുവ് പ്രസംഗത്തിന് തുല്യമായുള്ള ആക്ഷേപങ്ങളും പരിഹാസവുമാണ് രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ പോലും ഒരാൾ പോലും ഭരണപക്ഷത്തുള്ള ഘടകകക്ഷികളിൽ നിന്ന് ഒരാൾ പോലും മോഡിക്ക് ജയ് വിളിക്കാനോ മോഡി പറഞ്ഞതിന് പിൻപറ്റാനോ ആരും തന്നെ മുന്നോട്ട് വന്നില്ല. അതേസമയം പ്രതിപക്ഷത്തിൽ നിന്നുള്ള എല്ലാ കക്ഷി നേതാക്കളും തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെയും ഏറ്റവും കൂടുതൽ ശ്ലാഘിക്കുകയും ലോകം മൊത്തം ശ്രദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിൽ BJP ഒരു മങ്ങിയ വിജയം നേടി എന്ന് പറയുന്നത് നമ്മൾ മാത്രമല്ല, പൊതുസമൂഹം മാത്രമല്ല, ഒരു മതനിരപേക്ഷ സമൂഹം മാത്രമല്ല, സാക്ഷാൽ മോഹൻ ഭഗവത് എന്ന് പറയുന്ന RSSൻ്റെ സർസംഘചാലക് അദ്ദേഹം പോലും പറഞ്ഞു, മണിപ്പൂർ പ്രശ്നം പരിഹരിക്കേണ്ടതായിരുന്നു, അതൊക്കെ കൂടുതൽ ജനത്തെ ബാധിച്ചു, അതുകൊണ്ട് തന്നെയാണ് പാർലമെൻറ്റിൽ ഈ പറഞ്ഞ 303 നിന്നും 240 BJP താഴേണ്ടി വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മോഹൻ ഭഗവത് പോലും പറഞ്ഞിട്ടും ഇപ്പോഴും മോഡിയുടെയും അമിത്ഷായുടെയും മാനസികാവസ്ഥയിൽ എങ്ങനെയും ധാർഷ്ട്യവും അഹങ്കാരവും ധിക്കാരവും ജനാധിപത്യത്തെ ഗില്ലറ്റിൻ ചെയ്യുന്ന ആ നിലപാടുമായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. എന്ത് പറഞ്ഞാലും നമുക്ക് ഇനി അവർക്കൊരു ഈസി ഗോ, എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിക്കാം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷമില്ലാതെ നിഷ്പക്ഷമായിട്ട് എന്തും സാധിച്ചെടുക്കുന്ന ഒരു സംഭവം ഉണ്ടാകില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഓം ബിർള എന്ന് പറയുന്ന പാർലമെൻറ്റിലെ സ്പീക്കർ, അദ്ദേഹം ഇപ്പോഴും ഗില്ലറ്റിൻ ചെയ്യുന്ന, നേരത്തെ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം സസ്പെൻഡ് ചെയ്തിരുന്ന അതേ നിലപാടിൽ ഇപ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ പറയുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ, അദ്ദേഹം രാജ്യസഭയിലും അതുപോലെ തന്നെ ഇതേ വിഷയങ്ങൾ തന്നെ അദ്ദേഹം അവിടെ ഉയർത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞതിനെയും എല്ലാത്തിനെയും തന്നെ എക്സ്പെൻഡ് ചെയ്തുകൊണ്ട് പാർലമെൻറ്റിൽ പറഞ്ഞ പ്രസംഗത്തിന് എല്ലാത്തിൻ്റെയും നന്മകളെ, അല്ലെങ്കിൽ മോഡി സർക്കാരിൻ്റെ 10 വർഷത്തെ ഭരണത്തിലെ ദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞത് എല്ലാം തന്നെ എക്സ്പെൻഡ് ചെയ്തുകൊണ്ട് അതെല്ലാം തന്നെ നീക്കം ചെയ്തുകൊണ്ടിട്ടുള്ള രേഖയാണ് വച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിന് യാതൊരു പ്രസക്തി നൽകുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പ്രതിപക്ഷത്തിന് പ്രസക്തി നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ ഭരണഘടനയ്ക്ക് യാതൊരു പ്രസക്തിയും നൽകുന്ന പ്രശ്നമില്ല എന്നുള്ള ധാർഷ്ട്യത്തിലാണ് പാർലമെൻറ്റിൽ സ്പീക്കർ ഓം ബിർളയും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും.